വെൽക്കം ടു ബിന്ദു ചിത്ര. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അതായത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങൾ, പ്രധാനമായിട്ടും കുക്കിംഗ് ആണ്. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നത് ഒരു 4:15 ആയിട്ടുണ്ട്. അപ്പോൾ പതിവ് പോലെ ആദ്യം ഞാൻ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കലാണ് ചെയ്യുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്, അതുപോലെ ലഞ്ച് ബോക്സ് റെഡിയാക്കാനായിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. രാവിലെ ചെയ്യാനുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ രാവിലെ ആദ്യത്തെ കാര്യം, ആദ്യം ഒരു ചായ കുടിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ തുടങ്ങുന്നത്. ഏറ്റവും രാവിലെ ഒരു ചായ കുടിച്ച് ഒരു 5-10 മിനിറ്റ് ഇരിക്കുന്നത് ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ട് അത് തിളക്കുമ്പോഴേക്കും ചോറ് വെക്കണമല്ലോ. അപ്പോൾ ആ ചോറിന് വേണ്ടിയിട്ടുള്ള അരി അവിടെ വെള്ളമൊഴിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് വിചാരിച്ചിരിക്കുന്നത് ഗോതമ്പ് ദോശയും പരിപ്പ് കറിയാണ്. അപ്പോൾ പരിപ്പ് കറിക്കുള്ള പരിപ്പും അവിടെ വെള്ളമൊഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ചായ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ അതിൽ അരിയിടും. കുക്കറിലാണ് അരിയിടുന്നത്. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ചായ കുടിച്ച് വരുമ്പോഴേക്കും അത്യാവശ്യം വെള്ളം തിളച്ച് കാണും. അതുപോലെ കുക്കറിൽ വെള്ളം ചൂടായി കാണും, അരിയിടാനും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സാധാരണ രാവിലെ പോകുന്നത്. ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് സാധാരണ യൂട്യൂബൊക്കെ നോക്കിയിരിക്കും, ഇഷ്ടമുള്ള പരിപാടികൾ എന്തെങ്കിലും കണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് പതിവ്. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ട്. അതുപോലെ കുക്കറിൽ അരി ഇടണം. ഒരു കുക്കറിൽ അരിയിടും, മറ്റേ ബർണറിൽ പരിപ്പ് കറിക്കുള്ള പരിപ്പും വേവിക്കാൻ വെക്കുന്നുണ്ട്. അതായത് പരിപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. സാധാരണ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന ജോലികളൊക്കെ തന്നെ. വീട്ടമ്മമാരെന്ന് മാത്രം പറയാൻ പറ്റില്ല, വീട്ടച്ഛന്മാരും ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇതുപോലെ ചെയ്യുന്നവർ, രാവിലെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ സഹായിക്കുന്നവരൊക്കെ. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ 6:30ക്ക് എനിക്ക് ജോലി കഴിഞ്ഞിരിക്കണം. എന്നാൽ എനിക്ക് ഒരുപാട് തിരക്കിട്ട് ഹറിബറിയായിട്ട് ചെയ്യാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്ത് രാവിലത്തെ ജോലികൾ ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്കാണ്. അപ്പം ഞാൻ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിരിക്കും. വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, അതുപോലെ പിറ്റേ ദിവസം വേണ്ടുന്ന സാധനങ്ങൾ കാണുന്ന സ്ഥലത്ത് തന്നെ എടുത്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും ദാൽ കറിയുമാണ്. സാധാരണ ഗോതമ്പ് ദോശയ്ക്ക് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കാറ്. ഗോതമ്പ് ദോശ ഇവിടെ അത്ര പ്രിയമുള്ളതല്ല. എങ്കിലും നല്ല കറിയൊക്കെ വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പം ഞാൻ ഗോതമ്പ് പൊടി അളന്നിടുകയാണ് കേട്ടോ. അതായത് എടുത്തിരിക്കുന്ന സ്പൂൺ തവിയില്ല, അതിലൊരു തവി 2 ദോശക്ക് തികയും എന്നുള്ള മട്ടിലാണ് ഞാൻ എടുത്തത്. പക്ഷേ എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ശരിക്കും ഒരു തവി 1 ദോശയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അല്പം കായപ്പൊടി, അല്പം മുളക് പൊടി, പിന്നെ ജീരകം, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിൻ്റെ കട്ട കെട്ടാതെ നല്ല രീതിയിൽ ഉടച്ചുടച്ച് ദോശമാവിൻ്റെ പാകത്തിലാക്കി എടുക്കുക. അധികം ഗോതമ്പ് ദോശ ഉള്ള അപ്പോൾ ഒരുപാട് ലൂസാവാണ്ട് അധികം കട്ടിയാവാത്ത ഒരു രീതിയിലാണ് ഞാൻ എടുക്കാറ്. അതുപോലെ അലക്കുന്ന ജോലിയാണെങ്കിൽ ഞാൻ സാധാരണ രാവിലെയാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് എനിക്ക് അലക്കേണ്ട ദിവസമല്ല. എന്താണെന്ന് വെച്ചാൽ 1:30 അലക്കാറ്. അപ്പോൾ ഇന്ന് ആ ഒരു ജോലി കുറവാണ്. അപ്പോൾ കുറച്ചുകൂടെ സമയമുണ്ടല്ലോ. പിന്നെ പുറത്ത് മഴ നടക്കാനായിട്ട് ഈ നല്ല മഴ നടപ്പുണ്ട്. അപ്പോൾ പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് മഴ എത്ര ശക്തിയായാലും നമുക്ക് പേടിക്കണ്ട മഴ കാണാനും. അതൊരു ആസ്വദിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നല്ലേ. ഇപ്പം ഈ കാലത്ത് അങ്ങനെയല്ല. മഴ കൂടിക്കഴിഞ്ഞ് മഴ ശക്തിയായാലെയോ വെള്ളം പൊങ്ങോ അല്ലെങ്കിൽ പ്രളയം വരുമോ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഭയമാണ് നമുക്കിന്ന്. ഇന്നത്തെ കുട്ടികൾക്ക് മഴ ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലായി കഴിഞ്ഞിരിക്കുന്നു. മഴ ഒന്ന് ശക്തിയായാൽ ഇന്ന് എല്ലാവർക്കും പേടിയാണ്. ആ ഒരു രീതിയിലേക്കായിപ്പോയി നമ്മുടെ ലോകം. ശക്തിയായ മഴ കുറച്ചധികം സമയം പെയ്ത് വരുമ്പോൾ ശരിക്കും എനിക്ക് ഉള്ളിലൊരാന്തലാണ്. അയ്യോ, കുറേ നേരം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ടാവോ എന്നുള്ളൊരു ഭയം. ഇപ്പം ആണെങ്കിൽ നമുക്ക് വെള്ളം ഒഴുകി പോകാനുള്ള നീർച്ചാലുകളൊന്നും ഇല്ലല്ലോ.
അതൊക്കെ നികത്തി കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ മഴ പെയ്യുന്ന വെള്ളം എവിടെ ഒഴുകിപ്പോവും. അതുപോലെ കടലിലെ ജലനിരപ്പാണെങ്കിലും ഉയർന്നു വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് മഴ ശക്തിയാകുമ്പോൾ പ്രത്യേകിച്ച് രാവിലെയൊക്കെ എഴുന്നിട്ട് വെളുപ്പിനൊക്കെ എഴുന്നിട്ട് ജോലി ചെയ്യുമ്പോൾ അതൊക്കെ ആയിരിക്കും ആലോചന. മഴ വരുമ്പോൾ വെള്ളം പൊങ്ങുമോ. ഞങ്ങളുടെ ഇവിടെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നൊരു പ്രദേശവും കൂടിയാണ്. അങ്ങനെ മഴയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാൽ നമ്മുടെ ദോശമാവ് റെഡിയാക്കി അവിടെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കറികൾക്ക് വേണ്ട സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ഇന്നത്തെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനുള്ള മെഴുക്ക് വരട്ടി എന്ന് വെച്ചാൽ ബീൻസും ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനായിട്ടുള്ള ഇതാണിപ്പോൾ ചെയ്യുന്നത്. ആ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടായി വരുമ്പോൾ കടുകും ഉഴുന്നുപരിപ്പും ഇട്ട് പിന്നെ നമ്മൾ സാധാരണ ഇടുന്ന പോലെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി അതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ അതിൽ ചേർക്കുന്ന മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. അത് രണ്ടും ഒന്ന് പച്ചമണം പോകുന്നവരെ മൂപ്പിച്ച് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതിലിട്ട് കൊടുത്ത് സാധാരണ ഞാനിത് ഇങ്ങനെ ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഉണ്ടാക്കാറ്, അതായത് വെള്ളം ചേർക്കാണ്ട്. പക്ഷേ ഇപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കാമെന്നുള്ള തീരുമാനത്തിൽ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുക. എന്നിട്ട് വെന്ത് വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് എടുക്കും. വെളിച്ചെണ്ണയിൽ തന്നെ വേവിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ വെളിച്ചെണ്ണ കുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പരിപ്പ് കറിക്കാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സവാളയും തക്കാളിയും പച്ചമുളകും അതെല്ലാം കൂടെ വാടി വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വെള്ളം പോരുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ച് ആവശ്യത്തിന് അത് കുറുക്കിയെടുക്കുക, തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. പിന്നെ താളിച്ചിടലാണ്. താളിക്കുമ്പോൾ ഇതിൽ പരിപ്പറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നൊരു ടേസ്റ്റ് വരുത്താനായിട്ട് നമ്മൾ താളിക്കുമ്പോൾ കടുകും വറ്റൽമുളക് അതുപോലെ താളിക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ട് അതും കൂടെ താളിച്ചിടുമ്പോൾ ആ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ താളിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലഞ്ച് ബോക്സിന് കൊടുത്തു വിടാനുള്ള ഓംലെറ്റ് റെഡിയാക്കുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടി ദോശ ചുട്ടെടുക്കലാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് മാവും കോരി ഒഴിച്ച് മൂടി വെച്ചിട്ട് ആ ഒരു വശം റെഡിയായി വരുമ്പോൾ മറിച്ചിട്ട് അല്പസമയം മറിച്ചിട്ടിട്ട് നമുക്ക് മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള മാവും ചുട്ടെടുക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ജോലികളെല്ലാം ഏറെക്കുറെ കഴിഞ്ഞു. ഇനി ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം മഴ കാണാം. അങ്ങനെ മഴയൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് കുറച്ച് സമയം കിട്ടും കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി ലഞ്ച് ബോക്സും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി കിച്ചണൊന്ന് ക്ലീൻ ആക്കണം. ഒരു ചെറിയ ക്ലീനിങ്, എന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വെക്കാം, സിങ്കൊന്ന് കഴുകിയിടാം, പിന്നെ ആ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിടാം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കും പിന്നെ ചായ, ബ്രേക്ക്ഫാസ്റ്റിനൂടെ ചായ പതിവില്ല, അതുകൊണ്ട് ചായ തിളപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്കും റെഡി ആകണം പോകാനായിട്ട്. ഉച്ച സമയം കേട്ടോ. കടലിരുന്നിട്ടുള്ള മഴക്കാഴ്ചയാണ് ഈ കാണുന്നത്. ഇന്ന് ഫുൾ ഡേ മഴയായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഉച്ചയോടെ ഏകദേശം 2 മണിയാവാറായിട്ടാണ് എത്തിയപ്പോൾ. അപ്പോൾ എൻ്റെ ഇളയ മകൻ വീട്ടിലുണ്ട്. സാധാരണ രീതിയിൽ ഞാൻ രാവിലെയുള്ള കറി കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകലാണ്. അപ്പോൾ അവനും കൂടെ ഉള്ളതുകൊണ്ടൊന്നും ഒരു ചാറ് കറി, അത് ഞാൻ എപ്പോഴും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ചാറ് കറി എന്ന് വെച്ചാൽ മോര് കാച്ചലാണ് കേട്ടോ.
ഏത്തപ്പഴം കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള മോര് കാച്ചൽ. ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞ് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ച് അത് വെന്ത് വരുമ്പോൾ ഉടച്ച് പിന്നെ അതിലേക്ക് മോര് പുളി അനുസരിച്ചിട്ട് മോര് ലോ ഫ്ലെയിമിലിട്ടിട്ട് മോര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് തിള വരുന്നതിന് മുന്നായിട്ട് ഓഫാക്കുക. പിന്നെ താളിച്ചിടുക, സാധാരണ മോര് കറിക്ക് താളിച്ചിടുന്ന പോലെ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും പൊട്ടിക്കുക, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും. പിന്നെ എന്താ, പപ്പടം വറക്കുന്നുണ്ട്. ഇത്രയുള്ള കേട്ടോ പ്രത്യേകിച്ച്. ബാക്കി രാവിലെയുള്ള കറികളൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. ഊണിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഊണിൻ്റെ വിഭവം ചോറുണ്ട്, പിന്നെ മോര് കാച്ചിയത്, പിന്നെ പച്ചപ്പാത്രത്തിൽ കാണുന്ന തലേദിവസത്തെ സാമ്പാറാണ്, അത് ചൂടാക്കി എടുത്തതാണ്. പിന്നെ രാവിലെ ഉണ്ടാക്കിയ മെഴുക്ക് പുരട്ടി, പിന്നെ രാവിലത്തെ ഗോതമ്പ് ദോശയുടെ പരിപ്പ് കറിയാണ് ആ വെള്ളപ്പാത്രത്തിൽ, പിന്നെ നാരങ്ങച്ചാറുണ്ട്, കറിവേപ്പിലപ്പൊടിയാണ് ആ ചെറിയ വെള്ളപ്പാത്രത്തിൽ, പിന്നെ പപ്പടം. മതിയല്ല, ധാരാളമല്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഊണ് കഴിക്കട്ടെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.